ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലീനിങ് റോബോട്ടിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിരുന്നല്ലേ. അപ്പം അത് പുതിയതായിട്ട് MIയുടെ ഒരു റോബോട്ട് വാക്യൂം ക്ലീനർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറിയൊരു അൺബോക്സിങ് പോലെ ഞാൻ എടുത്തതാണ്. അൺബോക്സിങ് ഒന്നും ചെയ്തിട്ടില്ല, പൊട്ടിച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളത് യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. ഇപ്പം യൂസ് ചെയ്തൊക്കെ തുടങ്ങി, പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മുടെ റൂംസ് ഒന്നും മാപ്പ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളുടെ വീട്ടിൽ പുതിയ ഫേർണിച്ചറൊക്കെ വാങ്ങിച്ചപ്പം അതിനനുസരിച്ചൊക്കെ റൂം മാപ്പ് ചെയ്യുകയൊക്കെ വേണ്ടേ. അങ്ങനെയൊക്കെ ആയിട്ട് എന്നാലും നല്ല ഒരു ക്ലീനിങ് അപ്ലയൻസ് തന്നെയാണ് കേട്ടോ. ഇതിന് മുന്നേയും ഞാൻ വേറൊരു ഇതുപോലത്തെ തന്നെ റോബോട്ട് വാക്യൂം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉള്ളൊരു ഐറ്റമാണ്. നമുക്ക് മൊബൈലിൽ തന്നെ ഇതിനെ ഓട്ടോമേറ്റ് ചെയ്തിട്ട് ഓരോ റൂംസും ഇതിൽ മാപ്പ് ചെയ്ത് വെക്കാം. അങ്ങനെ മുന്നത്തേതിലും കുറേയും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഇതിൽ വെറ്റ് മോപ്പ് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അതൊന്നും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫുള്ളി നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ റിവ്യൂ ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തെ ജോലികളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായി, അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഇതാണ് നമ്മളുടെ ഡൈനിങ് ടേബിൾ, പുതിയതായിട്ട് വാങ്ങിച്ച ഡൈനിങ് ടേബിൾ. അപ്പോൾ ആദ്യം കൊണ്ടുവന്നപ്പോൾ സീറ്റിൽ കുറച്ച് പഴയ സീറ്റ്, അതായത് ഉണ്ടായിരുന്ന സ്റ്റോക്കിലുള്ള സീറ്റ്സ് ആയിരുന്നു. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീറ്റ്സ് പുതിയത് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളത് വെച്ചേക്കുവാണ് കേട്ടോ, യൂസ് ചെയ്യാണ്ട്. അങ്ങനെ മൊത്തത്തിൽ കുറേയധികം തിരക്കുകളും കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്ളോഗ്സ് എടുക്കാനുള്ള ടൈമും എല്ലാം തന്നെ വളരെ കുറവാണ് കേട്ടോ. എന്നാലും മാക്സിമം സമയം കിട്ടുമ്പോൾ പുതിയ വീഡിയോസായിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം. കുറേ പേർക്കൊക്കെ മോട്ടിവേഷണലായിട്ടുള്ള വീഡിയോസാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് ഉണ്ടായിരുന്നു. കുറേ ഓരോ ടോപ്പിക്സിലൊക്കെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും ഇരുന്ന് ചെയ്യാനോ അതിനെക്കുറിച്ച് ആലോചിച്ച് പറയേണ്ട കാര്യങ്ങൾ നോക്കി വെക്കാനോ ഒന്നിനുമുള്ളൊരു സാവകാശമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അന്നുള്ള കാര്യങ്ങൾ ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ സാധാരണ തേങ്ങാപ്പാലിലുള്ള ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് മിക്കവാറും വീക്ക്ലി ഒരു പ്രാവശ്യമെങ്കിലും ഗ്രീൻ പീസ് കറി ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഏതെങ്കിലും കൂടെ ഗ്രീൻ പീസ് കറി എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പം അന്ന് എന്തായാലും ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഇടിയപ്പം പൊതുവേ എനിക്ക് എളുപ്പമുള്ളതാണെങ്കിൽ കൂടിയും ഇപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ രാവിലെ കറിയും ഇടിയപ്പവും രണ്ടും കൂടിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു പറ്റാത്തൊരു ടാസ്ക് പോലെ തോന്നുകയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം, ഒന്നില്ലെങ്കിൽ ഒരു കറി, അതല്ലെങ്കിൽ പലഹാരമായിട്ട്, ഇപ്പോൾ പുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഇടിയപ്പവും കറിയും കൂടിയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് സമയം, പക്ഷെ നമ്മളൊന്ന് റുട്ടീനൊക്കെ സെറ്റായി വന്നു കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ആവില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എനിക്കതൊരു കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കിച്ചൺ ഒന്ന് ജസ്റ്റ് അടിച്ചിടുകയാണ് കേട്ടോ. എന്തായാലും എപ്പോഴും നല്ല മുടിയും എല്ലാം തന്നെ കാണാറുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നല്ല പ്രോബ്ലം ആയിരിക്കും. പക്ഷേ ഈ പുതിയ വാക്യൂം ക്ലീനർ വന്നപ്പോഴത്തേനും പൊടിക്കൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അത് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന സമയത്താണെങ്കിലും എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും പെട്ടെന്ന് തന്നെ പൊടിക്ക് നല്ലൊരു കുറവാണ് വാക്യൂം ചെയ്യുവാണെങ്കിൽ. പിന്നെന്താ, ആസ് യൂഷ്വൽ നമ്മൾ ലോണ്ട്രി ചെയ്യുകയാണ്. മാക്സിമം എല്ലാ ദിവസവും ഒരു ലോഡ് ലോണ്ട്രി അത് രാവിലെ തന്നെ ചെയ്യാൻ നോക്കലുണ്ട്. വെയിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കഴിയും. അതല്ലെങ്കിൽ ഫ്ലാറ്റിൽ തുണികൾ ഉണങ്ങി കിട്ടുക എന്നുള്ളത് നല്ലൊരു ടാസ്ക്കാണ്. എസ്പെഷ്യലി നമ്മുടെ വീട്ടിൽ തുണികൾ നല്ലപോലെ ഉണ്ടാവും, കഴുകാനാണെങ്കിലും മടക്കാനാണെങ്കിലും. അപ്പോൾ അതൊരു വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് ഡെയിലി നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ അതൊത്തിരി വലിയൊരു ടാസ്ക്കായിട്ട് തോന്നലില്ല. അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും കഴുകാനാണെങ്കിലും മടക്കാനാണെങ്കിലും ഒരുപാട് തുണി ഉണ്ടാവുമല്ലോ. അപ്പോൾ മസ്റ്റായിട്ടും ഡെയിലി ലോണ്ട്രി ചെയ്യാറുണ്ട്. കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ചീര ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 കിളിമീൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ചിക്കൻ നമ്മൾ ചിക്കൻ 65 അതിൻ്റെ ഒരു മാരിനേഷനിലാണ് കേട്ടോ ചെയ്തത്. അതുപോലെ നമ്മൾ ചിക്കൻ അരിഞ്ഞ് വാങ്ങിക്കുമ്പോഴും
65 കട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടും. അങ്ങനെ വാങ്ങിച്ചിട്ട് അത് 65ൻ്റെ മാരിനേഷൻ തന്നെ ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. അതിവിടെ നല്ല ഇഷ്ടമാണ്. എത്ര പ്രാവശ്യം ഏത് നേരത്ത് ഉണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഉണ്ടാക്കാറുണ്ട്. സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിലും നല്ല എളുപ്പമാണ്. അപ്പോൾ പിന്നെ അതും ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയപ്പോൾ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ പിക്കപ്പ് ടൈമാണ്. ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് ഓടി പിടിച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് കേട്ടോ. ഈ ഒരു പിക്കപ്പ് റൂട്ടീനെ പറ്റിയിട്ട് മിക്കവാറും ക്ലീനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിലും ഞാൻ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം എനിക്കത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് നമ്മുടെ വീട് നോക്കുമ്പോഴത്തേനും ഒരു യുദ്ധക്കളമായിട്ടുണ്ടാവും. എല്ലാ വീടുകളും അല്ല കേട്ടോ, പക്ഷെ മെജോറിറ്റി വീടുകളിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ആ ടൈമിന് അവരെ ഇറക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേനും ഒന്നും നമ്മൾ പ്രോപ്പർ പ്ലേസിൽ എടുത്ത് വെക്കണം എന്നില്ല. പക്ഷേ അതിന് ശേഷം നമ്മളൊരു ഇച്ചിരി നേരം ഒന്ന് ഓടി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഇവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ബാക്ക് ടു ഇറ്റ്സ് പ്ലേസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മനസ്സിന് ഭയങ്കര ഒരു സമാധാനമാണ്. അന്നത്തെ ദിവസം കുറച്ചധികം തിരക്കുള്ള ദിവസമാണ്. നമുക്ക് അടിക്കാൻ കൂടി സമയമില്ലെങ്കിൽ കൂടിയും നമ്മുടെ വീട് ഒന്ന് ഒതുങ്ങിക്കെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒതുക്കിയിടുക എന്നുള്ളതാണ്. നമ്മുടെ എക്സ്പേർട്ട് ഹോം മേക്കേഴ്സിൻ്റെ അടുത്തൊന്നും ഇത് പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷേ നമ്മുടെ വീഡിയോസ് കാണുന്നത് മേ ബി ജസ്റ്റ് മാരീഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ കാണുന്നുണ്ടാവും, ചിലപ്പം മാരീഡ് അല്ലാത്ത കുട്ടികൾ കാണുന്നുണ്ടാവും. അങ്ങനെ അതിലാർക്കെങ്കിലും അതറിയാത്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. എൻ്റെ ലൈഫിൽ അങ്ങനെ മാറ്റം വന്നതാണ് കേട്ടോ. നമ്മളങ്ങനെ ഒതുക്കി പെറുക്കി വെക്കണം എന്നുള്ളത് എനിക്ക് തുടക്കത്തിൽ അറിയില്ലായിരുന്നു. പിന്നെ പയ്യെ പയ്യെ അത് ചെയ്തു വന്നപ്പോഴത്തേനും നല്ല എഫക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ്. അതുപോലെ റൂമിൽ ബെഡ് വിരിച്ചിടുക എന്നുള്ളത് നമ്മൾ പിന്നെ പറയേണ്ട കാര്യമില്ല. എവിടെ നോക്കിയാലും നമുക്കത് കേൾക്കാറുള്ള ഒരു സംഭവമാണ്. അതായത് ഒരു റൂമിന് ഏറ്റവും ഭംഗി വരുന്നത് ആ റൂമിലെ ബാക്കിയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലെങ്കിലും ബെഡ് ഒന്ന് മേക്ക് ചെയ്തിട്ടാൽ തന്നെ റൂം പകുതി നല്ല നീറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതും മാക്സിമം ചെയ്തു പോവാട്ടോ. അങ്ങനെ ഒന്ന് ഒതുക്കിയിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ലഞ്ചിൻ്റെ കാര്യങ്ങളിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ച കിളിമീനൊക്കെ ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ അതുപോലെ നമുക്ക് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാനുണ്ടല്ലോ. അതുപോലെ ചീര തോരനാക്കി എടുക്കുകയാണ് കേട്ടോ. ചീര നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചീര ജസ്റ്റ് തേങ്ങയൊന്ന് ഒതുക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചീര ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ ചീരത്തോരൻ ഉണ്ടാക്കാനുള്ള ഏറ്റവും പണി എന്ന് പറഞ്ഞാൽ ചീര നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ബാക്കി ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊരു പണിയേ അല്ല കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാനിലാണ് കേട്ടോ. അപ്പം ഈ ഒരു പാൻ നല്ല ഒരു പാനാണ്. ഒന്നാമത് അത് നല്ലൊരു കട്ടിയുണ്ട്. സാധാരണ സ്റ്റെയിൻലെസ് സ്റ്റീലിലെ പാത്രങ്ങൾ ചെയ്താൽ നമുക്ക് അടി പിടിക്കും. പക്ഷേ ഇത് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ നമുക്ക് അടിയും പിടിക്കത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ച് നല്ലപോലെ എണ്ണ യൂസ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് പിടിക്കാതെ കിട്ടുള്ളൂ. പക്ഷേ ഇതുപോലെ തോരനൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പാത്രമാണിത്. എനിക്ക് തോന്നുന്നു ഇത് വിനോദ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്. പക്ഷേ അത്യാവശ്യം ഇത് കോസ്റ്റ്ലിയാണ്. പക്ഷേ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാത്രമാണ് കേട്ടോ. പിന്നെ എന്തുകൊണ്ടും നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യാതെ സ്റ്റീലിൽ ഒക്കെ മാക്സിമം യൂസ് ചെയ്യുന്നത് തന്നെയാണല്ലോ നല്ലത്. ഞാൻ നോൺ സ്റ്റിക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. കാരണം നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അത് പറയാതെ വയ്യ. പക്ഷേ നമുക്ക് പറ്റുന്ന അവസരങ്ങളിൽ ഇങ്ങനെയുള്ള പാത്രങ്ങളും കൂടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മാക്സിമം ചെയ്യുന്നത് ഇപ്പം മൺചട്ടികളൊക്കെ ഇല്ലേ, അത് ശരിക്കും ഒരു പാൻ്റെ ഷേപ്പിലൊക്കെ ഉള്ളത് നമുക്ക് കിട്ടുമല്ലോ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യുന്നത് കൂടുതലും ഗ്ലാസ് പാത്രങ്ങൾ, അതുപോലെ സ്റ്റീൽ പാത്രങ്ങൾ കൂടുതൽ യൂസ് ചെയ്താൽ നല്ലതാണ്. പിന്നെ പ്ലേറ്റ്സൊക്കെ സെറാമിക്, അങ്ങനെ നമ്മൾ മാക്സിമം നമുക്ക് എവിടെ നമുക്ക് ഹെൽത്തിയർ ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നോ അത് നമ്മൾ എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കും. അപ്പോൾ ചീര പെട്ടെന്ന് തന്നെ റെഡി ആവുമല്ലോ.
ഒരു 5 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ ചീരയൊക്കെ കിട്ടുമ്പോഴത്തേനും ഞാൻ ചെയ്യുന്നത് അത് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം അരിഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുവാണെങ്കിൽ ഒരു 2 ദിവസത്തിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചിക്കൻ 65 ഞാൻ ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്, ഇവിടുത്തെ ഹിറ്റ് റെസിപ്പിയാണെന്ന് തന്നെ പറയാം. എപ്പോഴേലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഷെയർ ആക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് കുറച്ച് മോര് കറി, അതുപോലെ ചീരത്തോരൻ, പിന്നെ 2 കിളിമീൻ ഫ്രൈ, അതുപോലെ ചിക്കൻ 65 ആണ്. നല്ല ഒരു ഫേവറേറ്റ് കോമ്പിനേഷനൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇതിവിടെ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ നല്ല കുറച്ച് തിരക്കായിട്ടുള്ള സമയത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്ത് അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാനും പറ്റുന്നില്ല. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലപോലെ അവരുടെ റിക്വസ്റ്റൊക്കെ അനുസരിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, നല്ല തിരക്കായതുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു നോർമൽ ആകുമ്പോഴത്തേനും എന്തായാലും കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുവരെ നിങ്ങൾ തരുന്ന ഇത്ര നാളും തന്ന സപ്പോർട്ടിനും ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ നല്ല വീഡിയോസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരയ്ക്കും ബൈ.